രാവിലെ വെറുതെ ഒന്ന് നടക്കാനിറങ്ങിയതാണ്. എത്രയെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ വീട്ടിൽ തന്നെ അടച്ചിരിക്കുന്നത്. അപ്പോൾ വിചാരിച്ചു അപ്പാർട്ട്മെൻറ്റിൻ്റെ താഴെയൊക്കെ ഒന്ന് നടന്നിട്ട് വരാമെന്ന്. അങ്ങനെയാണ് ഞാൻ ഇവിടുത്തെ പാർക്കിലേക്കൊന്ന് കയറി നോക്കിയത്. ഇവിടെ വന്നപ്പോൾ ഇവിടെ ആണെങ്കിൽ ഒരു മനുഷ്യർ പോലും ഇല്ല. ശരിക്കും പറഞ്ഞാൽ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് വരെ ഈ പാർക്കിനകത്തൊക്കെയാണ് നിറച്ച് കുട്ടികളും അതേപോലെ തന്നെ നടക്കുന്ന ആളുകളും ഒക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ്. ഇപ്പോഴത്തെ ഇതിൻ്റെ ഒരവസ്ഥ കണ്ടില്ലേ? അതൊക്കെ ഒരു കാലം. ഞാനീ പറയുന്നതൊന്നും കേട്ട് ആരും പുറത്തിറങ്ങാനൊന്നും നിൽക്കണ്ട കേട്ടോ. നമ്മൾ അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം ഈ സമയത്ത് പുറത്തു പോവുക. അല്ലാത്ത സമയം എല്ലാവരും സുരക്ഷിതരായിട്ട് വീട്ടിൽ തന്നെ ഇരിക്കാൻ ശ്രമിക്കുക. ടേസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് തേങ്ങയൊന്നും വറുത്തെടുക്കാതെ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പച്ചത്തീയൽ ആണ്. അപ്പോൾ നമുക്ക് ഈ റെസിപ്പി എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. 10-12 കുഞ്ഞുള്ളി ചെറുതായി അരിഞ്ഞത്. സവാള എടുക്കുന്നതിൽ നല്ലത് ചെറിയ ഉള്ളി ഇതേപോലെ അരിഞ്ഞെടുക്കുന്നതാണ്. ചെറിയൊരു കഷ്ണം ചേന, അതേപോലെ തന്നെ ചെറിയൊരു മുരിങ്ങയ്ക്ക. ഞാനിപ്പോൾ ഇത് മൺചട്ടിയിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ചെറിയ ഉള്ളി. ഇതിനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഈ ഒരു പരുവത്തിൽ വഴന്നു വന്നാൽ മതി. ഒരുപാട് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള കഷ്ണങ്ങൾ കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്നുകൂടെ ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം മസാലകളൂടെ ചേർത്ത് കൊടുക്കാം. ആദ്യം ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഒരുപാട് ചേർത്ത് കൊടുക്കേണ്ട. ഞാനിവിടെ 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി മാത്രമാണ് എടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതൊന്നുകൂടെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടെ ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. തീയലിലേക്ക് ചേർക്കാനായി അരച്ചു വെച്ചിരിക്കുന്ന ഒരു അരപ്പാണിത്. ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് തേങ്ങയും അതേപോലെ തന്നെ 2-3 കുഞ്ഞുള്ളിയും ചേർത്ത് അരച്ചു വെച്ചിരിക്കുന്നതാണിത്. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഈ അരപ്പ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് പുളി പിഴിഞ്ഞതുകൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്നുകൂടെ ഇളക്കിയെടുക്കാം. ഇനി നമ്മൾ ചേർത്ത അരപ്പിൻ്റെ ഒരു പച്ച ടേസ്റ്റ് ഒന്ന് മാറുന്നത് വരെ നമുക്കിതൊന്ന് തുറന്ന് വെച്ച് വേവിക്കാം. ഇപ്പോൾ നമ്മുടെ പച്ചത്തീയൽ റെഡി ആയിട്ടുണ്ട്. നമുക്കിനിയും തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം കടുക് കൂടെ വറുത്തി ചേർക്കാം. കടുക് വറക്കാൻ ആവശ്യമായി നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം അല്പം ഉലുവ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് ഒരല്പം കടുക് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു വറ്റൽമുളക് ഇതേപോലെ മുറിച്ച് ചേർത്ത് കൊടുക്കാം.
ഇനിയിപ്പോൾ ആ കടുക് വറുത്ത് നമുക്ക് ആ തീയലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുട്ടികൾക്കാണിപ്പോൾ ഭയങ്കര കഷ്ടം. അവർക്ക് പുറത്തെങ്ങും കളിക്കാനും പോകാൻ പറ്റത്തില്ല, അതേപോലെ തന്നെ സ്കൂളിലും പോകാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. അവർ നമ്മുടെ കൂടെ കൂടുതലിരിക്കുന്ന ഒരു സമയമാണിപ്പോൾ ഉള്ളത്. അവരോടൊപ്പം നമുക്ക് കൂടുതൽ ഇടപഴകാൻ കിട്ടുന്ന ഒരു അവസരമാണിത്. ആ സമയത്ത് നമ്മൾ കുട്ടികളെ കൂടുതൽ നേരം ടി വിയുടെ മുന്നിലിരുത്തും, അതേപോലെ തന്നെ മൊബൈൽ കൊടുത്തിരുത്താതെ ഇതേപോലെ ചെറിയ ചെറിയ എന്തെങ്കിലും ആക്ടിവിറ്റീസ് കൊടുത്ത് അവരോടൊപ്പം ഇരിക്കുക. ഇത് അവർക്ക് സമയം പോവുകയും ചെയ്യും, അതേപോലെ തന്നെ അവന് മെൻ്റലി ഡെവലപ്പ് ആകാനും സഹായിക്കും. ഇപ്പം നമുക്ക് ഓരോ പ്രായത്തിനനുസരിച്ച് എന്തെങ്കിലും ഓരോരോ ആക്ടിവിറ്റീസ് ആയിട്ട് അവർക്ക് കൊടുക്കാം. അതേപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും വീട്ടിൽ ചെയ്യുന്ന ചെറിയ ചെറിയ ജോലികളിൽ അവരെ നമ്മുടെ കൂടെ കൂട്ടുക. അപ്പോൾ അവർക്കും അതൊരു സന്തോഷമാകും. അപ്പോൾ എല്ലാവരും കുറച്ച് സമയം കുട്ടികളോടൊപ്പം ഇതേപോലെ ചിലവിടാൻ ശ്രമിക്കുക.